ആരാട്ടൻ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോയതാ? അങ്ങനൊന്നുമില്ല. ഈ സിനിമ പ്രൊഡക്ഷൻ ഭയങ്കര നഷ്ട കച്ചവടമാണ്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് കാശ് പോകും, കിട്ടുന്ന കാശ് വളരെ കുറവ്. ഇപ്പോൾ പുലിമുരുകൻ പോലും 150 കോടി ഇട്ട് കട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസർ കിട്ടിയ കാശ് വളരെ കുറവാണ്. പ്രൊഡക്ഷൻ തുടങ്ങാൻ പ്ലാനില്ല, ചില ബിസിനസ് ചെയ്യാൻ പ്ലാനുണ്ട്, സ്റ്റുഡിയോ അങ്ങനെ ചില കാര്യം പ്ലാനുണ്ട്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റുഡിയോ റെൻ്റൊക്കെ എത്രയായിരിക്കും? ഒരുപാട് സ്റ്റഡിയിലൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് എന്തായാലും കെയർഫുൾ ആയിട്ട് പറഞ്ഞാൽ നടക്കുള്ളൂ. ഓക്കെ താങ്ക് യു. അത് അത്ര ബുദ്ധിപരമായി ഇതല്ല. അതുകൊണ്ട് മമ്മൂക്കിയുടെ പണ്ട് മാറിയുള്ളതാണ്. കലാലയമായിട്ടുള്ള ഒരുപാട് കാശ് പോയിട്ടുണ്ട്. പേര് പറയുന്നില്ല. അങ്ങനെ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വലിയ ഫിലിം ഗവൺമെന്റ്. അപ്പോൾ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതാണ് റിവ്യൂ വരുന്നതാണ്. സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അത്ര ബുദ്ധിപരമായി ഇതല്ല. അതുകൊണ്ട് മമ്മൂക്കിയുടെ പണ്ട് മാറിയുള്ളതാണ്. കലാലയമായിട്ടുള്ള ഒരുപാട് കാശ് പോയിട്ടുണ്ട്. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഫിനാൻഷ്യലായിട്ട് വലിയ കിട്ടില്ല. കാരണം നല്ലൊരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൊടുക്കണം, തിയേറ്റർ ഓണേഴ്സ് കൊടുക്കണം. ഇതെല്ലാം കയ്യിൽ കിട്ടുന്ന കാശ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല സബ്ജക്റ്റും കാര്യങ്ങളും പ്രൊഡ്യൂസറും ചെറിയ പ്രൊഡ്യൂസറിലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസാനം ഒരുപാട് കുറ്റവാളിത്തമുണ്ട്. ചെറിയ പടങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഞാൻ നോക്കട്ടെ എനിക്ക് കാശിനെ വലിച്ച് കളയാൻ താല്പര്യമില്ല. കാശ് സൂക്ഷിച്ചിട്ട് ചിലവാക്കുള്ളൂ അല്ലേ? പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട് മലയാളി പ്രൊഡ്യൂസർ ആറാട്ടണ്ണൻ ബാനറിൽ സന്തോഷേട്ടനും മറ്റേ പെരേരനും കൂടി ഒരു സിനിമ ചാനൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഈ സിനിമയിൽ കിട്ടുന്ന കാശ് പ്രൊഡ്യൂസറിൽ കിട്ടുന്ന കാശ് വളരെ കുറവാണ്. അത് നല്ല സബ്ജക്റ്റ് നമ്മൾ നോക്കി ചെയ്താൽ മതിയല്ലോ. ഞാൻ മറ്റേ പുലിമുരുകൻ 150 കോടി നേടിയിട്ട് പോലും പ്രൊഡ്യൂസറിന് കിട്ടിയ കാശ് വളരെ കുറവാണ്. കാരണം അതിന് ഒരുപാട് വേറെ പല രീതിയിൽ കാശും പലർക്കും കൊടുക്കാനില്ല. പലർക്കും കൊടുക്കേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, തിയേറ്ററിലെ കയ്യിൽ കിട്ടുന്ന കാശ് വളരെ കുറവാണ്. അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം. വലിയൊരു ബിസിനസ് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഈ വലിയ ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് പടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണല്ലോ, എനിക്ക് നല്ലൊരു വേഷം തന്നെ പൈസ കുറവാണെങ്കിൽ നിങ്ങൾ അഭിനയിക്കാൻ പോകും? ഞാൻ ബസ്സൂക്കിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ല. ബസ്സൂക്കിൽ കാശ് വാങ്ങിച്ചിട്ടില്ല. കാശേ വാങ്ങിച്ചിട്ടില്ല. എത്ര ദിവസം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? 3-4 വർഷമായിട്ടായിരുന്നു. അത് കാശ് വാങ്ങിച്ചിട്ടില്ല. കാശ് അവർ തന്നിട്ട് നിങ്ങൾ മേടിക്കാന്നുകൊണ്ടാണ്? അതോ ഞാൻ മമ്മൂത്തിന് പടം കൊണ്ട് ചെയ്തതാണ്. ശരി. ഇനിയിപ്പോൾ ഒരു പടം വരുന്നുണ്ട്, അതിന് കാശ് കൊടുക്കൂല്ലേ? അത് വാങ്ങിക്കും. അത് പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കുള്ളൂ അല്ലേ? പുതിയ പടം വരുന്നുണ്ട്. ഇന്നലെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അയാളെ കാണാൻ പോവാണ്. വലിയ ബാനറിലെ ഫിലിമാണ്. അപ്പോൾ എന്തായാലും ഗൂഗിൾ പേയിൽ ഇനിയും കൂടും അല്ലേ? അടുത്ത ഐസ്ക്രീം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കണം. ആയിക്കോട്ടെ. ഇതൊരു അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ. ആരാട്ടൻ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോയതാ? അങ്ങനൊന്നുമില്ല. ഈ സിനിമ പ്രൊഡക്ഷൻ ഭയങ്കര നഷ്ട കച്ചവടമാണ്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് കാശ് പോകും, കിട്ടുന്ന കാശ് വളരെ കുറവ്. ഇപ്പോൾ പുലിമുരുകൻ പോലും 150 കോടി ഇട്ട് കട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസർ കിട്ടിയ കാശ് വളരെ കുറവാണ്. പ്രൊഡക്ഷൻ തുടങ്ങാൻ പ്ലാനില്ല, ചില ബിസിനസ് ചെയ്യാൻ പ്ലാനുണ്ട്, സ്റ്റുഡിയോ അങ്ങനെ ചില കാര്യം പ്ലാനുണ്ട്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റുഡിയോ റെൻ്റൊക്കെ എത്രയായിരിക്കും? ഒരുപാട് സ്റ്റഡിയിലൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് എന്തായാലും കെയർഫുൾ ആയിട്ട് പറഞ്ഞാൽ നടക്കുള്ളൂ. ഓക്കെ താങ്ക് യു.